ഇന്നത്തെ വചനം സങ്കീർത്തനം 32:5. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചു വെച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. പ്രിയമുള്ളവരെ, ഇന്നലെ സങ്കീർത്തനം 32:1 കണ്ടത് ക്ഷമയുടെ ഭാഗ്യാവസ്ഥയാണ്. ഇന്ന് അതിന്റെ വഴി ഈ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ വഴി എന്താണ്? ആ വഴി ഏതാണ്? അത് ഏറ്റുപറച്ചിൽ എന്നതാണ്. ദാവീദ് പലതും ശ്രമിച്ചു നോക്കി, മറച്ചു വെക്കുവാൻ നോക്കി, മിണ്ടാതിരിപ്പാൻ നോക്കി. പക്ഷേ തന്റെ എല്ലുകൾ ഉണങ്ങുകയും ദിനം പ്രതി ഞരക്കം വർദ്ധിക്കുവാനും ഇടയായി. സങ്കീർത്തനം 32:3-4 കാണാൻ സാധിക്കുന്നുണ്ട്. ദാവീദിന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നത് തന്റെ അടുത്ത പ്രവൃത്തിയിലാണ്. അല്ലെങ്കിൽ മാറ്റം വന്നത് ഒരൊറ്റ തീരുമാനത്തിൽ. അടുത്ത വാക്യത്തിൽ നമുക്കത് കാണാൻ സാധിക്കുന്നു. ഞാൻ അറിയിച്ചു, മറച്ചില്ല, ഏറ്റുപറയും എന്ന് തീരുമാനമെടുത്തു. ഇതിന്റെ ഫലം ഉടനടി ലഭിച്ചു. അപ്പോൾ നീ ക്ഷമിച്ചു തന്നു. ഇത് ഫ്രീഡം ഓഫ് കൺഫെഷൻ. മറച്ചു വെക്കുന്നത് നമ്മളെ തടവിലാണ്. തുറന്നു പറയുന്നത് ദൈവം നമ്മളെ വിടുവിക്കും. കുറ്റബോധം നിൽക്കുന്നത് മറവിലാണ്. ക്ഷമ ഒഴുകുന്നത് സത്യസന്ധതയിലാണ്. മറയ്ക്കാതെ ഏറ്റുപറയാം, ഭാരം ഇറക്കി വെക്കാം. അതിനായി ഈ വചനം നമ്മെ സഹായിക്കും. യേശു നിനക്കായി കാത്ത് നിൽക്കുകയാണ്. ഏറ്റുപറയുക, അവനെ സ്വീകരിക്കുക. ഗോഡ് ബ്ലെസ് യു.